ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യം ഒരു 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചത്, പിന്നെ 3 സ്പൂണ് മുളക് പൊടി ഇടുക, അതിനുശേഷം ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ ഒരു സ്പൂണ് ഉപ്പിടുക. അപ്പോൾ ഉപ്പിടുന്ന ടൈമിൽ നിങ്ങൾ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ നമ്മളൊരു 2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ചേർക്കേണ്ടതാണ്. ചിക്കൻ മസാല നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതില്ലെങ്കിൽ നമ്മളെ ബിരിയാണിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടും. അപ്പം നമ്മൾ അത് ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കുക. മിക്സാക്കി നല്ലോണം മിക്സാക്കി എടുക്കുക. അതിന് ശേഷം നമ്മളൊരു കുറച്ച് സമയം അത് മൂടി വെക്കേണ്ടതാണ്. അപ്പം നമ്മളത് മൂടി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചിക്കൻ മൂടി വെച്ചതിന് ശേഷം നമുക്ക് വേണ്ടുന്നത് ഒരു പാക്കറ്റ് ബിരിയാണി അരിയാണ്. അപ്പോൾ അത് നമുക്ക് ഒരു 3.5 കപ്പേ ആവശ്യമുള്ളൂ. അത് നമ്മൾ നേരെ ഒരു പാത്രത്തിലേക്ക് മാറ്റി, ആ പാത്രത്തിൽ നിന്ന് നേരെ നമ്മളൊരു കുക്കറിലേക്ക് മാറ്റിയാണ്. അത് നേരെ നമ്മൾ കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് ചേർക്കുക. അതിനുശേഷം നമ്മളൊരു 5 കപ്പ് വെള്ളം അതിലേക്ക് ചേർക്കേണ്ടതാണ്. 5 കപ്പ് വെള്ളം അതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ ആ ഇതിലേക്ക് ഒരു 3 സ്പൂണ് നെയ്യ് ഒഴിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആ നെയ്യ് ഒഴിച്ച്, അപ്പോൾ ഗൈസ് നമ്മൾ നെയ്യ് ഒഴിക്കൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം 4 ഉള്ളി എടുക്കുക. അപ്പോഴത്തേക്ക് നമ്മളെ ബിരിയാണി റൈസ് അവിടെ ആവുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ 4 ഉള്ളി നന്നായി മുറിച്ചിടേണ്ടതാണ്. 4 ഉള്ളി മുറിച്ചിട്ടതിന് ശേഷം 7 തക്കാളി എടുക്കുക. ആ 7 തക്കാളി ഇതിൽ കാണുന്ന പോലത്തെ വലുപ്പത്തിൽ മുറിച്ചിടുക. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് ഒരു 3 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയാണ്. അത് നേരെ ഈ ചിക്കനിലേക്ക് ഇടുക. അപ്പം ഗൈസ്, നമ്മൾ ആ പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചിക്കനിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച തക്കാളി ഉള്ളിയെല്ലാം ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലേക്ക് അതെല്ലാം ചേർക്കുക. നന്നായിട്ട് ചേർത്തതിന് ശേഷം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടും. പിന്നെ ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടാവില്ലേ ഗൈസ്? അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നവർ ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക. പിന്നെ നമ്മളെ ഇതേപോലത്തെ നല്ല വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവിടുത്തെ ബെല്ലൈക്കൺ ഞെക്കിയിട്ട് ഓളുന്ന ഓപ്ഷൻ കൊടുക്കുക. നേരത്തെ നിങ്ങൾക്ക് നമ്മൾ ഇതേപോലത്തെ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ബിരിയാണി അരി ഇവിടെ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് വിതറേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിച്ചപ്പാക്കിയത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ മല്ലിച്ചപ്പ് കുറച്ച് വിതറുക ഗൈസ്. അപ്പോൾ നമ്മളെ ബിരിയാണി റൈസിൽ മല്ലിപ്പൊടി ഇപ്പോഴേ ഇടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്തിട്ട് കുക്കറിലേക്ക് വിടുക. അതിന് വെള്ളത്തിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മളത് കുക്കറിലേക്ക് ഇട്ട് വിസിലിട്ടിട്ട് കുറച്ച് നേരം വേവിക്കാൻ വെക്കുക. അതിനുശേഷം നമുക്ക് ബിരിയാണി അരിയിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നന്നായിട്ട് മല്ലിപ്പൊടി ചേർത്ത് മിക്സ് ആക്കുക. അതിനുശേഷം നമ്മളെ കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ആ ചിക്കൻ കറി കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് വറ്റിക്കേണ്ടതാണ്. ഞാനങ്ങനെ ചിക്കൻ കറി വറ്റാനുള്ള വെയിറ്റിങ്ങിലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് വറ്റിയാൽ മതി, അത്ര അങ്ങോട്ട് വറ്റണമെന്നില്ല. നമ്മളത് വറ്റുന്നേരം കാത്തുനിന്ന്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മല്ലിച്ചപ്പ് ഇടണം. അതിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് കുക്കുംബർ ആവശ്യമുണ്ട്. കുക്കുംബർ നന്നായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് തൈര് അപ്പുറം എടുക്കണം. അത് നമ്മളെ ചിക്കൻ കറിയിലേക്ക് ആവശ്യമില്ല. അപ്പോൾ അത് നമ്മളെ ചിക്കൻ കറിയിലിട്ട് പിന്നെ നമുക്ക് ചിക്കൻ കറി നേരെ ബിരിയാണിയിലേക്ക് നന്നായിട്ട് ചേർക്കാം. അപ്പോൾ ഗൈസ്, ഇവിടെ കുറച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ചെറിയൊരു ലാഗ് ഉണ്ട്. സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം. ബാക്കിയുള്ളവർക്ക് ബിരിയാണി ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് റെഡ് ഹാർട്ട് ഇടുക. അപ്പോൾ നിങ്ങൾ ഈ ബിരിയാണി ഇടുന്ന ലാഗ് ഒന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ലാഗായിപ്പോയതാണ് ഗൈസ്. അപ്പോൾ നമ്മളിത് കണ്ടോക്ക്. അപ്പോൾ നമ്മൾ ബിരിയാണിയിലേക്ക് മുഴുവനും ചിക്കനും കറിയെല്ലാം വെച്ച് പിന്നെ കുറച്ച് റൈസ്
അതിലേക്ക് ഇടുക. കുറച്ച് റൈസ് ഇല്ലെങ്കിൽ റൈസ് നിങ്ങൾ മാറ്റി വെക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കി ആ റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് അത് ദമ്മിട്ട് വെക്കുക. ഒരു 1/4 മണിക്കൂർ അരമണിക്കൂർ ആ ഏകദേശം ടൈമിൽ നിങ്ങൾ ദമ്മിട്ട് വെക്കുക. അത് ദമ്മിട്ട് വെക്കുന്ന ടൈമിൽ നമ്മൾ അതവിടെ മൂടി വെക്കുക. എന്നിട്ട് കഴിച്ച് അത് ദമ്മിട്ട് വെക്കുന്ന ടൈമിൽ നമ്മളിവിടെ നമ്മളെ ഉള്ളിയും കുക്കുംബറും മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് തൈര് വേണം. തൈരിലേക്ക് നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട്. പച്ചമുളകും കുക്കുംബറും ഉള്ളിയാണ് തൈരിലേക്ക് ഇടുന്നത്. അപ്പോൾ നമ്മളിവിടെ സാലഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കല്ലോ. അപ്പോൾ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങളെ കൂട്ടുകാരിലേക്കെല്ലാം എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് പട്ടയും ഗ്രാമ്പും എല്ലാമാണ്. കുറച്ച് പട്ടയും ഗ്രാമ്പും എല്ലാം എടുത്തിട്ട് കുറച്ച് പെരിഞ്ചീരകം ഇടുക. കുറച്ച് മതി. കുറച്ച് പെരിഞ്ചീരകം കൂട്ടിയിട്ട് മിക്സ് ആക്കുക നല്ലോണം. അതിനുശേഷം ഇവിടെ നമ്മൾ സലാഡ് മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പട്ടയും ഗ്രാമ്പും മിക്സ് ആക്കിയതിന് ശേഷം പട്ടയും ഗ്രാമ്പും അവിടെ മിക്സിയിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബിരിയാണി ദമ്മിട്ട് എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് പട്ടയും ഗ്രാമ്പും എല്ലാം അതിലേക്ക് ഇടുക. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളെ ബിരിയാണി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാകും. പിന്നെ നമ്മളത് പ്ലേറ്റിലേക്ക് മാറ്റുന്ന ചടങ്ങാണ് ഇനി. നമ്മളപ്പോൾ സലാഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ബിരിയാണി നല്ല ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഇത് സലാഡും കൂട്ടി കഴിക്കാൻ വളരെയധികം ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക.